1989 മുള്ള ഒരു RX 100 ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. 1985 എസ്കോട്ട് എന്നൊരു ട്രാക്ടർ കമ്പനിയുടെ സഹായത്തോടെയാണ് ഇവൻ ഇന്ത്യയിൽ ചുവടുവയ്ക്കുന്നത്. ബുള്ളറ്റും അതുപോലെ നമ്മുടെ SD-യും ഇറങ്ങുവാണ് കാലത്ത്. അതിനപ്പുറത്തേക്കൊന്നും ഇല്ല എന്ന് പറഞ്ഞെടുക്കുന്ന ടൈമില് എന്നാൽ അതിനപ്പുറത്തേക്ക് ഒരെണ്ണുണ്ട് എന്ന് കാണിച്ചു കൊടുത്തൊരു മുതൽ തന്നെ എഴുതുവൻ. അതുവരെ ഇന്ത്യക്കാർ കാണാത്ത സൗണ്ട് കൊണ്ടും പെർഫോമൻസ് കൊണ്ടും എല്ലാ തരത്തിലും ഇവൻ മുന്നിട്ട്. 89 മുള്ള വണ്ടി എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ലാസ്റ്റായിട്ട് ജപ്പാൻ മെയ്ഡ് ആയിട്ടുള്ള വണ്ടിയാണ്. പിന്നെ തൊട്ടത് ഇന്ത്യയിൽ ഇപ്പോൾ ഫുള്ളായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങി. അതുവരെ ജപ്പാനിൽ കൊണ്ട് ഇന്ത്യയിൽ റീസെറ്റ് ചെയ്ത് കൊടുക്കലായിരുന്നു. ഇത് ഈ വണ്ടിയുടെ 89 മുതൽ 85 തൊട്ട് 89 ആ ഒരു കാറ്റഗറിയിലുള്ള വണ്ടികളുള്ള ഫ്യൂവൽ ഫിൽറ്ററാണിത്. അധികം വണ്ടികളൊന്നും കണ്ടിട്ടില്ലേ, ഇപ്പോൾ വരുന്നതൊക്കെ കോപ്പി സാധനങ്ങളൊക്കെ കണ്ടേക്കുന്നത്. ഈ പക്ഷേ അന്നത്തെ ഒറിജിനല് ഫ്യൂവൽ ഫിൽറ്ററാണ്. അതിൻ്റെ എഴുത്തും കാര്യങ്ങളൊക്കെ അതുണ്ട്, ശ്രദ്ധിച്ചവർക്ക് മനസ്സിലാവും. ഇതന്നെ ഈ വണ്ടിയുടെ സൗണ്ട് പെർഫോമൻസ് കാര്യങ്ങൾ ഒരു രക്ഷയുടെ സൗണ്ടാണ്. അന്ന് കമ്പനി ഇറക്കിയ സൗണ്ടിനെ നല്ല പുലിക്കുട്ടികളുടെ മെക്കാനിക്കുകൾ ട്യൂൺ ചെയ്തും ഫ്ലൂട്ടും മാറ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ട് സൗണ്ടിനെ അങ്ങോട്ട് വേറെ ലെവലാക്കിയോട് കൊടുത്തു. അന്ന് തൊട്ട് ഇന്ന് വരെ സൗണ്ട് കൊണ്ട് മാജിക്കല്ല, അതിനപ്പുറത്ത് കാണിക്കുന്ന ഒരു സെറ്റപ്പിലാണ് അവൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തേക്ക് വന്നത്. പണി അറിയാവുന്നൊരു പണിക്കാരനും പിന്നെ നല്ല രീതിയിൽ കൊണ്ടുനടക്കുന്ന ഒരു മുതലാളി ഉണ്ടെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് അതിൻ്റെ സൗണ്ട് ട്യൂണിങ് കാര്യങ്ങളൊക്കെ മാറ്റി നല്ല കിണുക്കാച്ചായിട്ട് ഓരോരുത്തർക്ക് അവരോട് യൂണീക്കായിട്ട് കൊണ്ടുനടക്കാവുന്ന രീതിയിലാണ് ഇന്ന് അവൻ്റെ പെർഫോമൻസും അവൻ്റെ രീതിയിൽ നടത്തുന്നത്. 1985 ലോഞ്ച് ചെയ്യുമ്പോൾ അന്നത്തെ യമഹ അവർ വിചാരിച്ച് കാണില്ല. ഇപ്പോൾ ഒരു 30-39 കൊല്ലങ്ങൾക്ക് ശേഷം ഇവർ ഇങ്ങനെ റോഡുകൾ അടക്കി ഭരിക്കുന്നത്. ഒരു 98 cc എന്ന് പറഞ്ഞിട്ട് 2 cc കട എടുത്തിട്ട് 100 cc എന്ന് പറഞ്ഞാൽ RX 100 എന്ന ലെവലിൽ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അന്ന് കമ്പനി പറഞ്ഞ 110 ടോപ്പ് സ്പീഡൊക്കെ കാറ്റി പുറത്തേക്കിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ഗഡിയിൽ ഇറങ്ങി വായിച്ച അന്നത്തെ യുവാക്കൾ മുതൽ ഇന്നത്തെ തിരിച്ച് വരുന്ന വണ്ടിപ്രാന്തമാർ വരെ വികാരമായിട്ട് ഇന്ന് റോഡുകളിൽ അരങ്ങ് വേണ്ട ഒരു മുതൽ തന്നെ ഉണ്ടാവും ഇവിടെ RX 1985 തൊട്ട് ഇപ്പോൾ 2024 വരെ ഫാൻ ബേസിൻ്റെ കാര്യത്തിൽ ഒട്ടും പിന്നാക്കില്ലാത്തൊരു മുതലുണ്ടെങ്കിൽ അത് വേണാട്ടാ. ബുള്ളറ്റ് പ്രേമികളില്ല എന്നല്ല പറയണത്, എന്നാലും RX-ൻ്റെ തട്ട് എപ്പോഴൊക്കെയും താന്ന് തന്നെ നിൽക്കണ ഒരു ലെവലാണ് ഇപ്പോഴും കാണുന്നത്. ഇതെന്തായാലും ഒരു വട്ടം ഉപയോഗിച്ചവന് വേറൊരു വണ്ടീനെ കുറിച്ച് ചിന്തിക്കാൻ അത്രയും കണ്ട് എളുപ്പമല്ല. പിന്നെ പെർഫോമൻസ് ബൈക്കുകൾ എടുത്തപ്പോൾ ഇവിടെ സ്പോർട്സ് ബൈക്ക് എടുത്തിട്ട് കൊണ്ടു നടക്കണ ഒരു ഡ്യൂക്ക് NS അങ്ങനത്തെ ടീമുകൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്നിട്ട് RX എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് അത്രയ്ക്കാണ്ട് സുഖമായിട്ട് കിട്ടണമെന്നില്ല. എന്നാൽ ഇതിനോടൊരു ഇപ്പോൾ 2 കമ്പനിക്ക് ഓടിച്ചവനും ചിലപ്പോൾ ഇതിനോട് പ്രൈസ് കിട്ടണമെന്നില്ല. കുറച്ചങ്ങോട്ട് കൊണ്ടു നടന്നവന് ഈ വണ്ടി ഓടിക്കുന്ന ഫീല് വേറെ ഏത് വണ്ടി ഓടിച്ചാലും കിട്ടാൻ അത്രയ്ക്ക് അങ്ങോട്ട് കുറവാണ്. അതിൽ ഫീലാണ് 2 സ്ട്രോക്കിനെ സംബന്ധിച്ചോളം കൊണ്ട് ഊട്ടിക്കളും ബാക്കി വണ്ടികൾ മോശമാണെന്നല്ല നമ്മൾ പറയണത്. 2 സ്ട്രോക്കിന് അതിൻ്റേതായ ഒരു വാല്യൂ. അല്ലാണ്ട് ഇപ്പോൾ എന്തായാലും ഇപ്പോൾ 30-39 കിലോമീറ്റർ ശേഷം ഇങ്ങനെ ഇത് പുലിക്കൂട്ടീനെ പോലെ കൊണ്ടുനടക്കണമെങ്കിൽ അതിനൊരു കാരണം ഇല്ലാണ്ടിരിക്കില്ല. ഇതിന് ചെറുതായിട്ട് വില്ലൻ എന്ന് പറയണത് കുറച്ച് മൈലേജ് റോഡുണ്ട്. കുറച്ചെന്ന് പറഞ്ഞാൽ വലിയ വാൽവും കാര്യങ്ങളൊക്കെ ഓപ്പൺ ഉണ്ട്. വാൽവ് ഇല്ല, അതാണ് മെയിൻ പ്രശ്നം. കൊടുക്കണ പെട്രോള് പട്ടന്ന് കത്തിക്കുക എന്ന് മാത്രമാണ് ഗഡിയർ റോഡ്. ഒഴിക്കുക, കത്തുക, അത് ഫുള്ളായിട്ടുള്ള പവർ കത്തണ പവർ നമ്മുടെ വീലിൽ കിട്ടുന്നില്ല. പകുതി മുക്കാലും വെറുതെ പുകയായിട്ട് പോവുക. പിന്നെ ഓയിലും കൂടെ അടിച്ച് ഇതാക്കണോട് മൈലേജിൻ്റെ കാര്യത്തിൽ അധികം ആരും നോക്കിയിട്ട് വണ്ടി ഓടിക്കാൻ പറ്റില്ല. അത് നോക്കിയിട്ട് യമഹ എടുക്കാനേ പറ്റില്ല. പിന്നെ ഓടിക്കുന്ന ആരും അധികം മൈലേജ് അങ്ങനെ കണക്ക് കൂട്ടിയിട്ട് വണ്ടി ഓടിക്കുന്നവരുണ്ടാവില്ലേ. അടിക്കുക, ആ റോഡ് വെച്ച് കൊണ്ടുനടക്കണ മുക്കാഭാഗം വരും. എടുത്ത് പറയേണ്ട ഒരു സൗണ്ട് ഒരു രക്ഷയുടെ സൗണ്ടാണ്. കിക്ക് ചെയ്യാനൊക്കെ നമുക്ക് എല്ലാവരും വലിച്ചു വരെ അടിക്കുന്നതാണ്. ജസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ട് പുഷ് ചെയ്താൽ സ്റ്റാർട്ടാവണമെന്നുള്ള ഇതൊക്കെ വ്യാപരിക്കുള്ളൂ. വലിയ ചവിട്ടി പൊടിച്ചടിക്കേണ്ടതായിട്ടില്ല. പിന്നെ അങ്ങനെ ഓവറായിട്ട് സ്റ്റാർട്ടിങ് കിട്ടാണ്ട് വരണമെങ്കിൽ അതിൽ ഒന്നിനും ഓയിൽ കൂടുതലായിട്ട് അടിക്കുക. അങ്ങനെയാണെങ്കിൽ വണ്ടിക്ക് എന്തെങ്കിലും മിസ്സിങ് കാര്യങ്ങൾ കണ്ടീഷൻ വണ്ടികളൊക്കെ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് കിക്ക് ചെയ്താൽ വണ്ടി സ്റ്റാർട്ടാവും. നമ്മളിപ്പോൾ പെട്രോളോ അടിക്കുന്ന നമ്മൾ 100 രൂപ അടിക്കുമ്പോൾ 40 വരെ സാധാരണ 30-40-50 ആ ഒരു കാറ്റഗറിയാണ് അടിക്കുക. ഓരോരുത്തർക്ക് ഓരോ കംഫർട്ട് രീതിയിലാണ് ഓരടിക്കുക. എനിക്ക് 30-ഒക്കെ 100 രൂപയ്ക്ക് ഒരു ലിറ്ററിന് 30-ഒക്കെ മതിനാണ് വണ്ടി. വണ്ടിയിൽ ഇങ്ങനെ ഓയിൽ കയറ്റോറും ഇങ്ങനെ ഇങ്ങനെ ഫ്ലോ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. പുകച്ചിറങ്ങുന്ന പറയും ആ രീതിയിലായിരിക്കും വണ്ടിയിൽ ഇങ്ങനെ ഫ്ലോയിൽ ഇങ്ങനെ തള്ളി പോകും. ഓവറായിട്ട് വണ്ടിയിൽ ഓയിൽ വയ്ക്കണത് നല്ലതല്ല.
അത് ഫ്ലൂട്ടിലൊക്കെ തങ്ങിയിരുന്ന പോക്കടസ്റ്റ് കാര്യങ്ങളൊക്കെ ഫെയിൽ ആവാനായിട്ട് സാധ്യത കൂടുതലാണ്. പിന്നെ രണ്ടാമത് വണ്ടി വെച്ച് മറ്റേ ട്യൂണിങ് ചെയ്യുക, ഫ്ലൂട്ട് വെച്ചിങ്ങനെ ചെയ്യുക, അങ്ങനെ രീതികൾ ചിലപ്പോൾ കൂടുതൽ വരും. അപ്പോൾ എല്ലാവരും കണക്ക് വെച്ചിട്ട് കറക്റ്റായിട്ട് ഓടിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ദെൻ യമഹയുടെ പുതിയ വിശേഷങ്ങൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.